ഹരേ കൃഷ്ണ. വൈകുണ്ഠത്തിലേക്ക് സ്വാഗതം. ഇന്ന് പ്രധാനമായും നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് ബുധനാഴ്ചകളിൽ ചെയ്യേണ്ട മഹാലക്ഷ്മി പൂജയെക്കുറിച്ചാണ്. ഈ ബുധനാഴ്ചയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. അഷ്ടമി തിഥി കൂടിയാണ് അല്ലെ. ബുധനാഴ്ചയും അഷ്ടമി തിഥിയും ഒന്നിച്ചു വരുന്നത് കൊണ്ട് തന്നെ മഹാലക്ഷ്മിയുടെ അനുഗ്രഹത്തിന് വേണ്ടി ചൊല്ലേണ്ട രണ്ട് മന്ത്രങ്ങളെ കുറിച്ചും നമ്മൾ ഇതിൽ പറയുന്നത്. നമ്മൾ ഇനിയും മുതൽ വീഡിയോയിൽ ഡയറക്റ്റ് പറയേണ്ട കാര്യങ്ങളിലേക്ക് വേഗത്തിൽ ഒരു മന്ത്രമാണെങ്കിൽ ആ മന്ത്രത്തിലേക്ക് ഡയറക്റ്റ് പറയുകയായിരിക്കും. അങ്ങനെ ഒരു വ്യവസ്ഥയിലായിരിക്കും ഇനി നമ്മുടെ വീഡിയോ പോകുന്നത്. അതിന് കാരണം നമ്മുടെ ഒരു വീഡിയോ കാണുന്ന നമ്മുടെ സത്സംഗത്തിൽപ്പെട്ട ഒരാള് ഒരു കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, വേഗത്തിൽ കാര്യത്തിലേക്ക് കടന്നാൽ എളുപ്പമായിരുന്നു എന്ന്. അപ്പൊ നമ്മൾ വീഡിയോയിൽ മറ്റു കാര്യങ്ങൾ പറഞ്ഞ് ലാസ്റ്റ് മന്ത്രത്തിലേക്ക് അല്ലെങ്കിൽ നമ്മൾ പറയേണ്ട കാര്യത്തിലേക്ക് ഉള്ളടക്കത്തിലേക്ക് ചെല്ലുമ്പോൾ അത് നിങ്ങളിൽ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ട് ഞാൻ മാനിക്കുന്നു, നിങ്ങളുടെ സമയത്തെ ഞാൻ മാനിക്കുന്നു. ചിലപ്പോൾ ഒരുപാട് ജോലികൾക്കിടയിലായിരിക്കാം നിങ്ങൾ ഇത് സമയം മാറ്റി വെക്കുന്നത്. അത് മാനിച്ചുകൊണ്ട് ഡയറക്റ്റ് ഞാൻ കാര്യത്തിലേക്ക് കടക്കുകയാണ്. അപ്പോ നമ്മുടെ മഹാലക്ഷ്മിയുടെ ബുധനാഴ്ച സർവ ഐശ്വര്യത്തിനും സമ്പൽ സമൃദ്ധിക്കും വേണ്ടി നമ്മൾ ചൊല്ലേണ്ട എല്ലാ ബുധനാഴ്ചകളിലും, ഈ അഷ്ടമി തിഥിയുള്ള ബുധനാഴ്ച മാത്രമല്ല എല്ലാ ബുധനാഴ്ചകളിലും എല്ലാവരും ചൊല്ലുന്ന ഒരു നാമമാണ് മഹാലക്ഷ്മിയുടെ ഭാഗ്യസിദ്ധി മന്ത്രം. ഇനിയും ആരും ചൊല്ലാതിരുന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് മുതൽ അടുത്ത ഈ വരുന്ന ബുധനാഴ്ച മുതൽ ചൊല്ലി തുടങ്ങിക്കൊള്ളൂ. മന്ത്രം ഇതാണ്: ഓം ശ്രീം അഖണ്ഡ സൗഭാഗ്യ ധനധാന്യ സമൃദ്ധിം ദേഹി ദേഹി നമ. ഇത് 108 തവണയാണ് ചൊല്ലേണ്ടത്. ഒന്നും കൂടി പറയാം: ഓം ശ്രീം അഖണ്ഡ സൗഭാഗ്യ ധനധാന്യ സമൃദ്ധിം ദേഹി ദേഹി നമ. ഇത് 108 തവണ ചൊല്ലണം. ഞാൻ വീഡിയോയ്ക്കിടയ്ക്ക് ഏതെങ്കിലും ഭാഗത്ത് ഇത് എഴുതി ചേർക്കാം, കാരണം ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ അത് നോക്കി ചൊല്ലണം. ഇതിന് യാതൊരു മാറ്റം ഉണ്ടാവണ്ട. 108 തവണ തന്നെ ഉരുവിടണം. നമ്മുടെ ജീവിതത്തിൽ സർവ്വ ഐശ്വര്യത്തിനും സമ്പൽ സമൃദ്ധിക്കും വേണ്ടി 108 തവണ ഈ ഭാഗ്യമന്ത്രം ഭാഗ്യസിദ്ധി മന്ത്രം ചൊല്ലാൻ നമുക്ക് എന്താ ബുദ്ധിമുട്ട്? ഒരു ബുദ്ധിമുട്ടും അതിനകത്ത് വിചാരിക്കേണ്ട. 27 തവണ തന്നെ ചൊല്ലണം. ബുധനാഴ്ചകളിലെ ലക്ഷ്മി പൂജ ചെയ്യുന്ന സമയത്തായിക്കോട്ടെ, ബ്രഹ്മമുഹൂർത്തത്തിലാവാം, അല്ലെങ്കിൽ സന്ധ്യാസമയത്ത് ദീപം തെളിയിക്കുമ്പോഴാകാം. ലക്ഷ്മി പൂജയെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ടതില്ലല്ലോ. അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വളരെ വ്യക്തമായി നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്താ ഈ ബുധനാഴ്ചയുടെ പ്രത്യേകത? അഷ്ടമി തിഥിയൂടെയാണ് അല്ലെ. അപ്പോ മറ്റൊരു മന്ത്രവും കൂടി ചൊല്ലേണ്ടതായിട്ടുണ്ട്. അത് ജീവിതത്തിൽ വലിയൊരു നേട്ടമാണ് നിങ്ങൾക്കിത്. ഈ നാമം ചൊല്ലി ഒരുപാട് നമ്മുടെ ഈ 108 തവണയുള്ള ഭാഗ്യസിദ്ധി മന്ത്രം ചൊല്ലി ഒരുപാട് പേർക്ക് നല്ല ഭാഗ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഓരോ കാര്യങ്ങൾ സാധിച്ചിട്ടുണ്ട്. നിങ്ങൾക്കത് രാവിലെയോ സന്ധ്യക്കോ എപ്പോഴാച്ച ചൊല്ലാം. പക്ഷെ ബുധനാഴ്ച അതിനൊരു മാറ്റവും ഉണ്ടാകാതെ ദേവിക്ക് അർച്ചന ചെയ്തുകൊണ്ട്, പറ്റുന്നവര് അർച്ചന ചെയ്തുകൊണ്ട് ഈ നാമം ചൊല്ലണമെന്ന് ഞാൻ പറയും. അർച്ചന കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യാം? കുങ്കുമം ഇല്ലേ, ബോക്സിൽ കുങ്കുമം കിട്ടുമല്ലോ. ചെറിയ കുങ്കുമം ഒരു ബോക്സ് വാങ്ങിച്ചിട്ട് തള്ളവിരലും മോതിര വിരലും കൊണ്ട് നുള്ളി കുങ്കുമം ദേവിയുടെ ഫോട്ടോയ്ക്കോ വിഗ്രഹത്തിനോ ചുവട്ടിൽ അർപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ നാമം ചൊല്ലാം. 108 തവണ കുങ്കുമാർച്ചന ചെയ്യാം, പുഷ്പം വെച്ച് അർച്ചന ചെയ്യാം. പിന്നെയോ ദേവിക്ക് ഏത് ദീപമാണ് തെളിയിക്കേണ്ടത്? നെയ് ദീപം തെളിയിക്കണം. ദീപധൂപ ആരതി എടുക്കണം. നമ്മള് ദേവിക്ക് ഒരു മഹാലക്ഷ്മി അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ, ഒരു പൂജ ചെയ്യുമ്പോൾ അതിനൊരു പൂർണ്ണതയും സമർപ്പണത്തോടു കൂടിയും ചെയ്യാൻ യാതൊരു കാരണവശാലും മറക്കരുത്, ഉപേക്ഷ വിചാരിക്കരുത്. ഒരു നെയ്ദീപം കൊളുത്തി വേണം ഈ നാമം ചൊല്ലേണ്ട. അപ്പൊ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ബുധനാഴ്ച അഷ്ടമി തിഥിയും ബുധനാഴ്ചയും കൂടെ ഒന്നിച്ചു വരുമ്പോൾ ചെയ്യേണ്ട വേറെ ഒരു വഴിപാടിനെ കുറിച്ചും കൂടി ഞാൻ ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പോ അത് വളരെ പവർഫുൾ ആണ്. അത് കൊണ്ടുള്ള ഒരു പ്രയോജനം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എത്ര ആയിട്ട് നിങ്ങളോട് പറഞ്ഞ് എങ്ങനെ മനസ്സിലാക്കി തരണം എന്നറിയില്ല. അത്രമേൽ പ്രയോജനം ഉള്ള ഒരു മന്ത്രമാണ്. അത് ജീവിതത്തിൽ ഈ ബുധനാഴ്ച നിങ്ങൾ അഷ്ടമി തിഥിയും ഒന്നിച്ചുള്ള സമയത്ത് ഇത് ചെയ്യേണ്ടത്. ഒരു ഉച്ചയ്ക്ക് 12:20 വരെയാണ് തിഥി ഉള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിലെ തന്നെ ഇതങ്ങ് ചെയ്യുക. അല്ല, ബ്രഹ്മമുഹൂർത്തത്തിൽ ചെയ്തില്ല ഒരു 10 മണി കഴിഞ്ഞോ 11 മണിയോ അങ്ങനെ 11 മണിക്കുള്ളിൽ ഏതൊരു സമയത്ത് ചെയ്യാവുന്നതാണ്. കാര്യം 12:20 ആകുമ്പോഴത്തേക്ക് തിഥി തീരുമല്ലോ, അഷ്ടമി തിഥി തീരും. അതുകൊണ്ടാണ് ആ സമയത്ത് ചെയ്യാവുന്നതാണ്.
എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ 5 മൺവിളക്ക്, 5 മൺചിരാത്. ഈ വീഡിയോ ഇന്നാണ് ഇടുന്നത്. തിങ്കളാഴ്ച ആയതുകൊണ്ട് ചൊവ്വാഴ്ച നിങ്ങൾക്ക് ഇത് ഒരുക്കാനൊക്കെ ഉള്ള സമയമുണ്ട്. ബുധനാഴ്ചത്തേക്ക് മൺചിരാതില്ലാത്തവർ 5 മൺവിളക്കുകൾ വാങ്ങിക്കുക. ഇതിനായിട്ട് നെയ്യാണ് ഉപയോഗിക്കേണ്ടത്. മഹാലക്ഷ്മിക്ക് എപ്പോഴും എപ്പോഴും നെയ്യ് ഒഴിച്ച് ദീപം കൊളുത്തുന്നതാണ് കൂടുതൽ ശ്രേഷ്ഠകരം. അതുകൊണ്ട് തന്നെ 5 മൺവിളക്കുകളിലും മൺചിരാതിലും നെയ്യ് ഒഴിച്ച് വടക്ക് ദിശയിലോട്ട് വേണം ദീപം തെളിയിക്കാൻ. വടക്ക് ദിശയിലോട്ട് ദീപം തെളിയിച്ച് ദേവിയുടെ ഫോട്ടോയോ എന്താ ഉണ്ടെങ്കിൽ അത് ആ സ്ഥാനത്ത് തന്നെ ഇരുന്നോട്ടെ. ഈ ദീപം നമ്മൾ സ്പെഷ്യലായിട്ട് തെളിയിക്കുന്നതാണ്. വടക്ക് ദിശയിലോട്ട് ദീപം കൊളുത്തി വെക്കേണ്ടത്. ആ ദീപത്തിന് മുന്നിലായിട്ട് ഒരു രൂപ കോയിനും വെക്കണം. ഒരു ദീപത്തിന് മുന്നിലല്ല, ഈ 5 മൺചിരാതിന് മുന്നിലും ഓരോ കോയിൻ വെക്കണം. ഓരോ കോയിനും വെച്ചിട്ട് ആ ഓരോ കോയിന് മുകളിലും ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇടണം. അതായത് വടക്കോട്ട് ദർശനമായിട്ട് നെയ്യ് ഒഴിച്ച് 5 ദീപം തെളിയിക്കുക. നീളത്തിൽ ഇങ്ങനെ തെളിയിച്ചോളുക. അങ്ങനെ തെളിയിച്ചിട്ട് ഈ 5 ദീപത്തിന് മുന്നിലും എന്ത് വെക്കണം? ഓരോ രൂപ കോയിൻ വെക്കണം. ആ ഓരോ രൂപ കോയിന്റെ മുകളിലും എന്താണ് വെക്കേണ്ടത്? മഞ്ഞൾപ്പൊടിയാണ്. അപ്പോ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി അതിന്റെ മുകളിൽ നിങ്ങൾക്ക് കുറേശ്ശെ അങ്ങോട്ട് വെക്കുക. ഇനിയും ആ ദീപം തെളിയിച്ചു മഞ്ഞപ്പൊടിയും വെച്ചതിന് ശേഷം 27 തവണയാണ് ഒരു മന്ത്രം ഒരു നാമം ജപിക്കേണ്ടത്. ചൊല്ലേണ്ട നാമം ഇതാണ്. വളരെ വേഗത്തിലാണ് നമ്മൾ ഇന്ന് വീഡിയോയിലെ കാര്യങ്ങളിലേക്ക് കടന്നിട്ടുള്ളത്. വെറും 5 മിനിറ്റ് കൊണ്ടാണ് ബുധനാഴ്ച ലക്ഷ്മി പൂജയ്ക്ക് ചെയ്യേണ്ട 2 മന്ത്രങ്ങളെ കുറിച്ച് നമ്മളിവിടെ സംസാരിക്കുന്നത്. ആ ചൊല്ലേണ്ട നാമം ഇതാണ്: ഓം ശ്രീം ഹരീം ക്ലീം മഹാലക്ഷ്മി കുബേരായ നമഃ. ഓം ശ്രീം ഹ്രീം ക്ലീം മഹാലക്ഷ്മി കുബേരായ നമഃ. ഇതാണ് ചൊല്ലേണ്ടത്. ഇത് 27 തവണ ചൊല്ലണം. ഇതും ഞാൻ ഈ വീഡിയോയുടെ ഒരു ഭാഗത്ത് ഇട്ടേക്കാം. അപ്പോ അഷ്ടമി തിഥിയും ബുധനാഴ്ചയും കൂടി വരുമ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ ഈ ഒരു ദിവസം നഷ്ടപ്പെടുത്തി കളയരുത്. ഇതിന് പ്രത്യേകിച്ച് നമുക്ക് ദൈവം അനുവദിച്ചു തന്നിരിക്കുന്ന ഒരു വലിയ പ്രിവിലേജ്, ഒരു സ്പെഷ്യൽ ഡേ ആണ്. അത് നിങ്ങൾ മാക്സിമം പ്രയോജനപ്പെടുത്തണം. ലക്ഷ്മി പൂജയ്ക്ക് നമ്മൾ നോർമൽ ലക്ഷ്മി പൂജ ചെയ്യുന്ന പോലെ തന്നെ നെയ്ദീപം തെളിയിച്ച് ദേവിക്കൊരു മാലയിട്ട്, വിഗ്രഹമുള്ളവരോ അല്ലെങ്കിൽ ഫോട്ടോ ഉള്ളവരോ അല്ലെങ്കിൽ ഒരു വിളക്കിനെ ദേവിയായി കണ്ടുകൊണ്ട് വിളക്കേൽ ഒരു വടി വെച്ച് കെട്ടിയിട്ട് അതിൽ മാലയൊക്കെ ഇട്ട്, അതായത് നമ്മുടെ നിലവിളക്കിനെ ദേവിയായി സമർപ്പിച്ചുകൊണ്ട് വലിയ ലക്ഷ്മി പൂജ ചെയ്യുക. ഒരു ലക്ഷ്മി ദേവിയുടെ ചെറിയ ഒരു ഫോട്ടോ വാങ്ങിച്ചോളൂ. അതിനൊന്നും വലിയ കാശാവില്ല. 100 രൂപ കൊടുക്കാമെങ്കിൽ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഈ ദീപം തെളിയിക്കേണ്ടത് വടക്ക് വശത്തോട്ട് ഡയറക്ഷൻ വെച്ചിട്ടാണ്. അപ്പോ ഈ ദീപം തന്നെ അണഞ്ഞാലും ഒന്നും കുഴപ്പമില്ല. കാരണം നമ്മളിതൊരു ഉദ്ദിഷ്ട കാര്യത്തിന് വേണ്ടിയിട്ട് വെക്കുന്ന ദീപമാണ്. എന്നിട്ട് ഈ ക്യാഷ് നിങ്ങൾക്ക് ഇനിയും ഉപയോഗിക്കാം. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ കാശും ഈ കോയിനും മാറണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും 5 രൂപയല്ലേ ക്ഷേത്രത്തിലേക്ക് അന്നദാനത്തിന്റെ ഇതിലൊക്കെ ഇടാം. അല്ലെങ്കിൽ അടുത്ത ബുധനാഴ്ച നിങ്ങൾക്ക് പിന്നീടും ഇത് തന്നെ ഈ ദീപം കൊളുത്തുന്നവർക്ക് ഇതേ കോയിൻ തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോ മഹാലക്ഷ്മി കടാക്ഷത്തിനായിട്ട് വളരെ ചെറിയ 2 കാര്യങ്ങളാണ്. ബുധനാഴ്ച പ്രത്യേകമായിട്ടും നിങ്ങൾ ലക്ഷ്മി പൂജകള് ഒരു കാരണവശാലും ഒഴിവാക്കരുത്. അഷ്ടമി തിഥി വരുന്നതുകൊണ്ട് തീരെയും ഒഴിവാക്കല്. മാവില തോരണം ഉണ്ടാക്കുകയും അമ്മയ്ക്കൊരു ചെറിയ നേദ്യം വെക്കുകയും, നേദ്യം തീർച്ചയായിട്ടും ലക്ഷ്മി പൂജകളിൽ ഒഴിവാക്കാതെ നിങ്ങൾ ചെയ്യണം. നേദ്യം വെക്കണം. എന്താ അപ്പം നമുക്കൊരു നുള്ളു പഞ്ചസാരയോ ഒത്തിരി കൽക്കണ്ടവോ ഒരു പാൽപ്പായസമോ ഒക്കെ അമ്മയ്ക്ക് കൊടുക്കാൻ നമ്മളെ കൊണ്ട് സാധ്യമല്ലേ? സാധ്യമാക്കണം കേട്ടോ. അങ്ങനെ ചെയ്താൽ അമ്മ നമുക്ക് തിരിച്ചു തരുന്നത് എന്താച്ചാ നിങ്ങളുടെ ജീവിതത്തിന് നിങ്ങൾ ചിന്തിച്ചതിനപ്പുറത്തുള്ള സൗഭാഗ്യങ്ങൾ കൊണ്ട് ദേവി നിറയ്ക്കും. ഇത് അതായത് മഹാലക്ഷ്മിയുടെ പൂർണ്ണ അനുഗ്രഹം ലഭിക്കുന്ന ഒരു ദീപ വഴിപാടാണ്. ഇത് അഷ്ടമി തിഥിയും കൂടി വരുമ്പോഴത്തേക്ക് അതിന്റെ പവർ ഇരട്ടിക്കുകയാണ്. ഒരു കാരണവശാലും ആരും ഇത് മിസ് ചെയ്യരുത്. നമുക്ക് ജീവിതത്തിൽ വീണ് കിട്ടുന്ന അവസരങ്ങളാണ് ദേവിയുടെ അനുഗ്രഹത്തിനായിട്ടുള്ള ഇങ്ങനെയുള്ള ശ്രേഷ്ഠകരമായിട്ടുള്ള ദിവസം, ശ്രേഷ്ഠകരമായിട്ടുള്ള നാമങ്ങൾ ചൊല്ലുക എന്നുള്ളതൊക്കെ. അതൊക്കെ അതിൻ്റെതായിട്ടുള്ള ചിട്ടവട്ടത്തിൽ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് സക്സസ് ഉറപ്പാണ്. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നാളെ
പശുവിന് പഴം കൊടുക്കുന്നതിനെ കുറിച്ചോ ഗോപൂജ ചെയ്യുന്നതിനെ കുറിച്ചോ പലർക്കും അത് സാധ്യമാകുന്നില്ല എന്ന് അറിയിക്കുന്നുണ്ട്. കാര്യം വല്ലവരുടെയും പശുവിന് പഴമൊക്കെ കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് എന്ത് തോന്നും, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് സാഹചര്യം നമ്മൾ എവിടെയെങ്കിലും ഒരു പറമ്പിൽ കെട്ടിയിട്ടിരിക്കുന്ന പശുവിനെ കണ്ടാൽ അതിന് കൊടുക്കാം, പഴം വാങ്ങിച്ചു കൊടുക്കാം, പശുവിന് ശർക്കര കൊടുക്കാം, ചെറുപയർ കൊടുക്കാം. അങ്ങനെ അതൊക്കെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യങ്ങളാണ്. തിങ്കളാഴ്ചയാണ് നാളെ, ഇന്ന് തിങ്കളാഴ്ചയാണ്. അപ്പോൾ ഇന്ന് ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു നമുക്ക് തന്നെ അറിയാം എന്തൊക്കെയാണ് ചെയ്യാവേണ്ടത്. ഉത്രട്ടാതി നക്ഷത്രം വരുന്ന സമയം, പിന്നെ ഈ മാസം ഗോപൂജ ചെയ്യേണ്ട സമയം, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ഉത്രട്ടാതി നക്ഷത്രം തുടങ്ങുന്നത് തന്നെ ഇന്ന് വൈകുന്നേരമാണ്. അതായത് ഇന്ന് വൈകുന്നേരം 4 മണിക്ക് ശേഷം പിന്നെ നാളെ വൈകുന്നേരം 4:15 വരെയാണ് ഉത്രട്ടാതി നക്ഷത്രം. അപ്പം ഈ ഉത്രട്ടാതി നക്ഷത്രത്തിലാണ് നമ്മൾ ഗോപൂജ ചെയ്യേണ്ടത്. ഗോപൂജ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ വിളക്കൊക്കെ കത്തിച്ച് നിങ്ങൾ ഒരു പശു നിൽക്കുന്നിടത്ത് എന്ന് ആരതി ഒഴിയണം അങ്ങനെ ഒന്നും നമ്മൾ ആവശ്യപ്പെടുന്നില്ല. നിങ്ങൾക്കൊരു പശുവിന് എന്തെങ്കിലും കൊടുക്കാൻ പറ്റിയ വെച്ച് കഴിഞ്ഞാൽ ഈ ദിവസം കൊടുത്താൽ അത് വളരെ ശുഭകരമായിരിക്കും. നിങ്ങൾക്ക് വളരെ ഐശ്വര്യദായകമായിരിക്കും. നിങ്ങൾ ഇത് ജീവിതത്തിൽ ഒരു മാസത്തിൽ ഇതൊരു നിഷ്ഠയായിട്ട് അങ്ങോട്ട് കണ്ടു മുന്നോട്ട് പോയി നോക്ക്. അത് നിങ്ങളുടെ ജീവിതത്തിൽ വരുത്തുന്ന മാറ്റങ്ങൾ ചെറുതായിരിക്കില്ല. ഇതിനെയൊക്കെ ഒരു ചെറിയ ചെറിയ കാര്യങ്ങളല്ലേ. ഇതുകൊണ്ട് എന്താണ് എന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നത്, എനിക്ക് എന്താണ് ലഭിക്കുക എന്ന് ചോദിക്കുന്നവർക്ക് ലഭിക്കൂ കേട്ടോ. അത് ഉറപ്പാണ്. നിങ്ങൾ ചെയ്തു നോക്കിയിട്ടുണ്ടോ? ചെയ്തു നോക്കൂ. നിങ്ങൾ ചെയ്തു നോക്കിയാലല്ലേ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റം എന്താണെന്ന് എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ സാധിക്കുകയുള്ളൂ. അല്ലേ? നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കൂ. വളരെ ചെറിയ കാര്യങ്ങളാണ് ഇതൊക്കെ. ഇനിയിപ്പൊ നിങ്ങൾക്ക് പശുവിനെ കിട്ടുന്നില്ലെങ്കിൽ അത് ഒരു ഗോമാതാവിന്റെ വിഗ്രഹം കിട്ടുമല്ലോ, അതിനെ പൂജിക്കാം. അല്ല, ഒരു പശുവിനെ അങ്ങനെ ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ അത് തന്നെ ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. മാസത്തിൽ ഒരിക്കൽ ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയിട്ട് അടുത്ത മാസം നിങ്ങൾ നോക്കണം നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന മാറ്റവും ഐശ്വര്യവും എന്തൊക്കെയാണെന്ന്. ശേഷം നിങ്ങൾക്ക് അതങ്ങനെ ഉണ്ടായിട്ടില്ലെങ്കിൽ പറഞ്ഞോളൂ, ഐശ്വര്യ ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തു ജീവിതത്തിൽ നല്ല മനസ്സോടുകൂടി വളരെ നിഷ്ഠയോടുകൂടി ആത്മാർത്ഥതയോടുകൂടി വിശ്വാസത്തോടു കൂടി ചെയ്തിട്ട് ഞങ്ങൾക്ക് ഇത് ലഭിച്ചില്ല വെച്ചാൽ നിങ്ങൾ എന്നോട് പറയൂ. അങ്ങനെ നിങ്ങൾ പറയില്ല, അതെനിക്ക് ഉറപ്പാണ്. കാരണം ഇതൊക്കെ ജീവിതത്തിൽ ഫോളോ ചെയ്തതിന്റെ മാറ്റങ്ങൾ ജീവിതത്തിൽ ഒരുപാട് അനുഭവിക്കുന്ന ഒരാളാണ്. നിങ്ങൾക്ക് ഇതൊന്നും പറ്റുന്നില്ല വെച്ചാൽ ക്ഷേത്രങ്ങളിൽ ഉണ്ടാവും പശുക്കൾ, അവിടെ കൊണ്ടുവന്ന് കൊടുക്കാവുന്നതാണ്. ഞങ്ങളുടെ നാട്ടിലാണെങ്കിൽ ചങ്ങനാശ്ശേരിയില് തൃക്കൊടിത്താനം ക്ഷേത്രത്തില് ഒരു ഗോശാല തന്നെ ഉണ്ട്. എന്ത് ഭംഗിയാ കാണാൻ. അവിടെ നമുക്ക് എന്ത് സമർപ്പിക്കാം. അപ്പൊ നിങ്ങളിപ്പം ഈ ചങ്ങനാശ്ശേരിക്കാരൊന്നും ആണെന്നില്ലല്ലോ. അപ്പോ നിങ്ങൾക്ക് എങ്ങനെയാണ് എവിടെയാണ് സാധിക്കുന്നത്? നമ്മുടെ പാപങ്ങൾ മാറാതെ മുജ്ജന്മ പാപങ്ങൾ മാറാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. ഉറുമ്പിന് ഭക്ഷണം കൊടുക്കുന്നത്, കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നത്, ഈ വിധ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു തന്നിട്ടുണ്ട്. രേവതി നക്ഷത്രത്തിന്റെ പൂജയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ലക്ഷ്മി പൂജ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ലക്ഷ്മി പൂജ ധനവരവിന് വേണ്ടി എങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഈ കാര്യങ്ങളൊന്നും നിങ്ങൾ മിസ്സാക്കില്ല എന്നാണ് വിചാരിക്കുന്നത്. ഇപ്രാവശ്യം രേവതി നക്ഷത്രം വരുന്ന ചൊവ്വാഴ്ച ആണ്. ബുധനാഴ്ച വൈകുന്നേരം, ചൊവ്വാഴ്ച മുതൽ ബുധനാഴ്ച വൈകുന്നേരം 4 മണി വരെയുള്ള സമയമാണ്. ചൊവ്വാഴ്ച സന്ധ്യക്ക് നിങ്ങൾക്ക് പൂജകളൊക്കെ ചെയ്യാം. അങ്ങനെ ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം. അതായത് ചൊവ്വാഴ്ച സന്ധ്യക്ക് ഒരു 7:45 മുതൽ 8:45 വരെയുള്ള സമയം വളരെ നല്ലതാണ്. ഗുരുഹോരയും രേവതി നക്ഷത്രവും വരുന്ന ദിവസമാണ്. അല്ല, നിങ്ങൾ അടുത്ത ദിവസമാണ് ചെയ്യുന്നതെങ്കിൽ അതും ഉത്തമമാണ്. അപ്പം ബുധനാഴ്ച ദിവസത്തെ ലക്ഷ്മി പൂജയും മുടക്കരുത്. ആ മന്ത്രങ്ങൾ ഒന്ന് 108 തവണയും അടുത്തത് 27 തവണയും. അപ്പോ ഈ കാര്യങ്ങൾ നിങ്ങൾ ഇന്ന് ചെയ്തു, അടുത്ത മാസവും ഒരു ഡയറിയിൽ എഴുതി വെച്ചിട്ട് ആ ഡേറ്റ് നോക്കിയിട്ട്, അല്ലെങ്കിൽ അടുത്ത മാസം നമ്മൾ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾ അത് നോക്കിയിട്ട് ഈ കാര്യങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് തന്നെ അറിയാം അതിന്റെ മാറ്റങ്ങൾ. വളരെ വ്യക്തമായി ഞാൻ പറയട്ടെ, ആദ്യം തന്നെ നമ്മൾ പറയേണ്ട മന്ത്രങ്ങളെ കുറിച്ച് പറഞ്ഞു, പിന്നീടാണ് ഞാൻ നിങ്ങൾക്ക് അതിന്റെ നന്മകളെ കുറിച്ച് പറഞ്ഞു തരുന്നത്. എന്താ വെച്ചാൽ നിങ്ങൾക്ക് മന്ത്രം മാത്രം മതിച്ചാൽ ആദ്യം നിങ്ങൾക്ക് അതെടുത്തിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യാം. അല്ല, നമ്മൾ പറയുന്നത് മുഴുവൻ കേൾക്കാൻ മനസ്സുള്ള ആൾക്കാരാണെങ്കിൽ ബാക്കിയുള്ളവര് ബാക്കി കേൾക്കാൻ നിന്നാ മതി. ഒരു തരത്തിലും ആരും തന്നെ വീഡിയോകളിൽ ഒടുക്കമാണ് കാര്യങ്ങൾ പറഞ്ഞ്
അത് നിർത്തുന്നത്. ഞാൻ പറഞ്ഞല്ലോ, തുടക്കത്തിൽ തന്നെ പറഞ്ഞല്ലോ, നമ്മളൊരു മാറ്റം വരുത്തി നിങ്ങൾക്ക് എന്താണ് തരാനുള്ളത് അത് ഞാൻ അങ്ങ് ആദ്യം തരികയാണ്. പിന്നീടാണ് ഞാൻ അത് തരുന്നത് കൊണ്ട്, അല്ലെങ്കിൽ അത് നേടിയത് കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഗുണങ്ങളെ നന്മകളെ കുറിച്ചും പറയുന്നത്. രാവിലെ ആഹാരം ഉണ്ടാക്കിയ ചോറ് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ തവി നിങ്ങൾ കാക്കിക്കുള്ളതായിരിക്കണം മാറ്റേണ്ടത്. അല്ല, നിങ്ങൾ കഴിച്ച എച്ചിൽ കൊടുത്തുകൊണ്ട് യാതൊരു വിധ ഫലവും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പോണില്ല. അത് യാതൊരു മാറ്റവും ഇല്ല. മറിച്ച് നിങ്ങൾ ആദ്യം വേകുന്ന നിങ്ങളുടെ കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനോ അല്ലെങ്കിൽ ചോറ് എടുക്കുന്നതിന് മുമ്പ് ഒരു പാത്രത്തിൽ ഒരു നുള്ളു ചോറ് കാക്കയ്ക്ക് കൊടുക്കും. നാളെ മുതൽ നിങ്ങൾ ജീവിതത്തിൽ ഇത് അനുവർത്തിച്ചു തുടങ്ങിക്കോളൂ. ശകലം പഞ്ചസാരയും പച്ചരിയും കൂടെ പൊടിച്ച് ഒരു ബോക്സിൽ വെക്കുക. ഉറുമ്പിന് ഭക്ഷണം കൊടുക്കുക. നമ്മുടെ മുജ്ജന്മ പാപം തീരാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഉറുമ്പിന് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത്. വളരെ കഷ്ടമുള്ള ഒരു കാര്യമാണത്. അതുകൊണ്ട് ആ ഒരു കാര്യം നമ്മൾ ചെയ്താൽ നമ്മുടെ ജീവിതത്തിലെ മുജ്ജന്മ പാപം കൊണ്ട് ഉണ്ടാകുന്ന ദോഷം എന്തൊക്കെയാണ് നമ്മൾ മാത്രമാണോ അനുഭവിക്കുന്നത്? നമ്മുടെ തലമുറകൾക്ക് പോലും പല പല പ്രയാസങ്ങളും ഉണ്ടാവും. അപ്പൊ അതൊക്കെ ഇല്ലാണ്ടാവാൻ ഈ ഉറുമ്പിന് ഭക്ഷണം കൊടുക്കാന്ന് വെച്ചാൽ സാധിക്കും വെച്ചാൽ അത് ചെയ്തുകൂടെ? ഇതൊക്കെ വളരെ നമ്മൾ എന്തെല്ലാം അനാവശ്യമായിട്ട് കളയുന്നു. ഗോപൂജയെ കുറിച്ച് പറഞ്ഞു. ഗോവിന് പൂജ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഗോമാതാവിന് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുക്കാൻ പറ്റിയ വാങ്ങിക്കൊടുക്കുക. ഒരു ഉണ്ട ശർക്കരയോ ഒരു പടലപ്പഴമോ ഇത്തിരി ചെറുപയറെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുപയർ വേവിച്ചത്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ശകല ശർക്കരയും കൂടെ തേങ്ങയൊക്കെ ഇട്ടിട്ട് വേവിച്ചിട്ട് ഉരുട്ടിയിട്ട് അതങ്ങനെ കൊടുക്കാം. അതിന് സാധ്യ വെച്ചാൽ മാത്രം, അല്ലച്ചാ ഒരു പടലപ്പഴം കൊടുത്താലും മതി. മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ ഉള്ള കാര്യങ്ങളും ബുധനാഴ്ചത്തെ ലക്ഷ്മി പൂജകളും വെള്ളിയാഴ്ചത്തെ ലക്ഷ്മി പൂജകളും നാളെയോ മുരുകന് സമർപ്പിക്കേണ്ട പൂജകളും, അതിനെക്കുറിച്ച് വേറൊരു വീഡിയോ ഇപ്പൊ തന്നെ ഇടാം, നാളെ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പം ഇത്രയും കാര്യങ്ങള് നിങ്ങൾ പിന്തുടരുമെന്ന് വിശ്വസിക്കുന്നു. സർവ്വ ഐശ്വര്യവും എല്ലാവർക്കും ഉണ്ടാകട്ടെ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണത ക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണത ക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ.